പത്രമാധ്യമങ്ങളിൽ രാഷ്ട്രീയ പ്രസ്താവനകളിൽ നമ്മൾ കാണാറുള്ള ഒരു വാക്കാണ് അട്ടിപ്പേർ അവകാശം. എന്താണ് അട്ടിപ്പേർ അവകാശം? ഒരു ഭൂമിയിന്മേൽ ജന്മിക്കുള്ള ആബ്സല്യൂട്ട് ഓണർഷിപ്പിനെയാണ് അട്ടിപ്പേർ അവകാശം എന്ന് പറയുന്നത്. അതായത് ക്രയവിക്രയ സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടിയ പൂർണ്ണാവകാശം. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് കാണുന്നത്: വസ്തുക്കളും അതിലുള്ള മേലുഭയം, കീഴുഭയം, കല്ല്, കട്ടെ, കാഞ്ഞിരംകുറ്റി, അയനി, മുള, മുരൈ, മുക്കൻ, പാല, ആൽപോകും വഴി, നീർപോകും വഴി, മാൻവെട്ടും കാടും, തേൻവെട്ടും ചോലൈ, നീര്, നിധി, കിണറ്, ആകാശം, പാതാളം എന്നിവ ക്രയവിക്രയ സർവ്വസ്വാതന്ത്ര്യത്തോടെ അടക്കി അനുഭവിപ്പാനുള്ള അവകാശവും അധികാരവും. ഈ ഡെഫിനിഷനിൽ പ്രാദേശികമായ ചില പാഠഭേദങ്ങളും കണ്ടിട്ടുണ്ട്. ഇതിൽ പറയുന്ന മേലുഭയം എന്ന് വെച്ചാൽ തേങ്ങ, ചക്ക, മാങ്ങ പോലെ ഉയരത്തിലുണ്ടാകുന്ന കായ്ഫലങ്ങൾ. കീഴുഭയം എന്ന് പറഞ്ഞാൽ മണ്ണിൽ ഉണ്ടാകുന്ന മത്തങ്ങ, ചേന മുതലായവ. അട്ടിപ്പേറിനെ നമുക്കൊരു സ്റ്റാക്കായി വിഷ്വലൈസ് ചെയ്യാം. അട്ടിയിട്ട് വെക്കുക എന്ന് വെച്ചാൽ സ്റ്റാക്ക് ചെയ്ത് വെക്കുക എന്നാണ് അർത്ഥം. ഒരു ഭൂമിയെ സംബന്ധിച്ചുള്ള വിവിധ ഉപയോക്താക്കളുടെ പേര് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ ഏറ്റവും മുകളിൽ വരുന്നത് ജന്മിയുടെ പേരായിരിക്കും. ജന്മി ആർക്ക് പാട്ടത്തിന് കൊടുത്തുവോ അയാളുടെ പേര് തൊട്ട് താഴെ വരും. ഈ കാണുന്ന കൈവശക്കാരൻ സാധാരണയായി ഭൂമി ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി പലർക്കായി ഉടമ്പടി വ്യവസ്ഥയിൽ കൃഷിക്ക് കൊടുത്തിട്ടുണ്ടാകും. ചെറിയൊരു ഭാഗം അദ്ദേഹം നേരിട്ടും കൃഷി നടത്തുന്നുണ്ടാകും. അട്ടിപ്പേർ അവകാശം കൈമാറുന്നത് രാജാവിന്റെ സാന്നിധ്യത്തിൽ നടത്തേണ്ടതായ ഒരു ചടങ്ങാണ്. ഭൂമി അട്ടിപ്പേരോടുകൂടി വാങ്ങുന്ന ആളുടെ വലതു കൈയിൽ ജന്മി കിണ്ടിയിൽ നിന്ന് നീർ വീഴ്ത്തി പൂക്കളുമിട്ട് ഓലപ്രമാണം കൈമാറുകയാണ് ചെയ്തിരുന്നത്. നിശ്ചിത നികുതി രാജാവിന് കൊടുക്കുകയും വേണം. ഇതൊക്കെ മധ്യകാലഘട്ടത്തിലെ ചടങ്ങുകളാണ് കേട്ടോ. കൊച്ചി രാജ്യത്തെ ചില മുദ്രപത്രങ്ങളിൽ ഭൂമി ജന്മം തീറായി കൊടുത്തിരിക്കുന്നു എന്ന് എഴുതി കാണാറുണ്ട്. അത് ഭൂമി അട്ടിപ്പേരോടുകൂടി വിൽപ്പന നടത്തിയതിനെയാണ് സൂചിപ്പിക്കുന്നത്. അട്ടിപ്പേരോടുകൂടി ഭൂമി ചിലപ്പോൾ ദാനവും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ചെമ്പകശ്ശേരി രാജ്യത്തിന്റെ ഉൽപ്പത്തി കഥ കാണുക. ജന്മിക്ക് തന്റെ ഭൂമി പലതരത്തിൽ പണയം വെക്കാൻ പറ്റുമായിരുന്നു. ചൂണ്ടിപ്പണയം എന്ന ടൈപ്പ് പണയമാണ് അതിൽ ഏറ്റവും സിംപിളസ്റ്റ്. ഭൂമിയുടെ കൈവശം കൈമാറാതെ തന്നെ പണയം വെക്കുന്നതിനെയാണ് ചൂണ്ടിപ്പണയം എന്ന് പറയുന്നത്. ജന്മിക്ക് വെക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ തരം പണയമാണ്, അതായത് ഹയ്യസ്റ്റ് പണയമാണ് ജന്മപണയം. ഒരു ഭൂമി ജന്മപണയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആർക്കാണോ പണയപ്പെടുത്തിയിരിക്കുന്നത് അയാൾക്ക് മാത്രമേ അത് വിൽക്കാൻ കഴിയുകയുള്ളൂ. ഇപ്രകാരം ജന്മപണയം മൂലവും ജന്മിക്ക് ഭൂമിയിന്മേൽ ഉള്ള അട്ടിപ്പേർ നഷ്ടപ്പെടുമായിരുന്നു. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊന്നും അട്ടിപ്പേർ എന്ന വാക്ക് ഇന്ന് ആരും ഉപയോഗിക്കാറില്ല. രാഷ്ട്രീയ കേരളത്തിൽ മാത്രമാണ് അട്ടിപ്പേർ എന്ന വാക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്.